ഹായ് എവരി വൺ, വെൽക്കം ടു ആർത്തീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കല്യാണ വീടുകളിൽ ഉണ്ടാക്കുന്ന റവ കേശരിയാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലോട്ടൊന്ന് പോകാം. കേശരിക്ക് ആവശ്യമായിട്ട് 1 സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ചുവന്നാൽ മതി. ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അതേ നെയ്യിൽ തന്നെ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. മുന്തിരിങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെയും കോരി മാറ്റാം. അതേ പാത്രത്തിൽ തന്നെ നമുക്ക് 1 സ്പൂൺ കൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് വറുത്ത് കൊടുക്കാം. ചെറു തീയിലാണ് വറുക്കേണ്ടത്. ഫ്ലെയിം നന്നായിട്ട് കുറയ്ക്കേണ്ടതാണ്. ഈ കപ്പിലാണ് 1 കപ്പ് റവ എടുത്തിട്ടുള്ളത്. ഇതിനൊന്ന് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇത് കരിയാൻ പാടില്ല. നന്നായിട്ട് മണം മാത്രം വന്നാൽ മതിയാവും. ഫ്ലെയിം സൂക്ഷിക്കണം. നല്ല കുറച്ചാണ് ഫ്ലെയിം വെക്കേണ്ടത്. ഈ കേശരി ഉണ്ടാക്കുന്നത് കല്യാണ വീട്ടിൻ്റെ കേശരിയെ പോലെയാണ്. കല്യാണ വീട്ടിൽ ഉണ്ടാക്കുന്ന കേശരിയുടെ ടേസ്റ്റിലാണ് വരുന്നത്. അതെന്താണ് ആഡ് ചെയ്തതെന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നോക്കേണ്ടതാണ്. നല്ലൊരു മണം വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. കേശരി ഉണ്ടാക്കുന്ന പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് റവയാണ് വറുത്തെടുത്തത്. ഇതിലേക്ക് നമ്മൾ 3.5 കപ്പ് വെള്ളം എടുക്കേണ്ടതാണ്. 3.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റവയ്ക്ക് 3.5 കപ്പ് വെള്ളമാണ് കറക്റ്റ് പാകത്തിനുള്ളത്. ഇതിലേക്ക് 50 ml നെയ്യ് എടുത്തിട്ടുണ്ട്. അതിൽ പകുതി ആദ്യം ഇട്ട് കൊടുക്കാം. ബാലൻസ് പകുതി നമ്മൾ റവ ഇട്ടതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്.
എന്നിട്ട് വെള്ളം ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഫുഡ് കളർ ഇഷ്ടമില്ലാത്തവർ അത് ഒഴിവാക്കാവുന്നതാണ്. വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കണം. എന്നതിന് ശേഷമേ റവ ഇടാൻ പാടുള്ളൂ. ഒന്ന് ഇളക്കി കൊടുക്കാം. റവ നന്നായിട്ട് വേകണം. കട്ടികളിരിക്കാൻ പാടില്ല. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. റവ നന്നായിട്ട് വെന്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് 2 മിനിറ്റ് മൂടി വെച്ച് ഒന്ന് ചെറു തീയിൽ വേവിക്കാൻ വയ്ക്കാം. രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്. റവ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ലിഡൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതിലേക്ക് 1.25 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ഗ്ലാസ് റവയ്ക്ക് 1.25 ഗ്ലാസ് പഞ്ചസാര എന്നാണ് കണക്ക്. ഞാനിവിടെ 1 ഗ്ലാസ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. മൈൽഡായ മധുരം മതി. എന്നിട്ട് ഏലക്കപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പഞ്ചസാര റവ ചേർക്കും മുമ്പേ എന്തായാലും ചേർക്കരുത്. റവ ചേർത്തതിന് ശേഷമേ പഞ്ചസാര ചേർക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ റവ വേഗത്തില്ല. ഇനി റവ ഒന്ന് കുഴഞ്ഞ പരുവത്തിൽ വരും. തിരിച്ചത് ഉടനെ കട്ട് ചെയ്യാം. ഇനി നമുക്ക് ആദ്യം മാറ്റി വെച്ചിരുന്ന ബാലൻസ് നേരെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന കശുവണ്ടിയും മുന്തിരിയും ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. കല്യാണ വീടുകളിൽ ചെയ്യുന്ന കേസരിയുടെ സീക്രട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ അര ടേബിൾ സ്പൂൺ എസൻസ് ചേർക്കുന്നതാണ്. ഞാനിവിടെ പൈനാപ്പിൾ എസൻസ് ആണ് ചേർക്കുന്നത്. കല്യാണ വീടുകളിലൊക്കെ റോസ് എസൻസും ചേർക്കുന്നതാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പൈനാപ്പിൾ എസൻസ് ആണ്. അര ടേബിൾ സ്പൂൺ
പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേസരിക്ക്. അടിപൊളിയായിട്ട് നമ്മുടെ റവ കേസരി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ കേസരി ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ഹായ് എവരി വൺ, വെൽക്കം ടു ആർത്തീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡേറ്റ്സ് മിൽക്ക് ഷേക്കാണ്. അതായത് ഈത്തപ്പഴത്തിൻ്റെ മിൽക്ക് ഷേക്കാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലോട്ടൊന്ന് പോകാം. ഹെൽത്തി ആയിട്ടുള്ള ഡേറ്റ്സ് മിൽക്ക് ഷേക്കിന് ആവശ്യമായിട്ട് ഞാനിവിടെ 15 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റോബസ്റ്റ പഴവും ഒരു 5 ബദാം എടുത്ത് പാലിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് എടുത്തു വയ്ക്കാം. ഇത് കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. സ്കൂളിൽ പോണ കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ ഡ്രിങ്കാണ്. ഈത്തപ്പഴം മുഴുവനും കുരു കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പഴത്തിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ പഴം ചേർക്കുമ്പോൾ ഇതിൻ്റെ സ്വാദ് കൂടും. ഒരു പഴം മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന പഴം ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുരു മാറ്റി വെച്ചിരുന്ന ഈത്തപ്പഴം ഒന്ന് ഇട്ട് കൊടുക്കാം. നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന ബദാം ഒന്ന് ഇട്ട് കൊടുക്കാം.
പാലും ബദാമും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഇതിനധികം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മൾ മാറ്റി വെച്ചിരുന്ന പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാർഡമം പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അടിപൊളിയായിട്ട് നമ്മുടെ ഡേറ്റ്സ് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.